ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോണേ അറിയോ? ഈന്തുംപിടിയും ബീഫുമാണ് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ ഈന്തുംപിടി എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ പൊടി. ഇതിപ്പോൾ 1 കിലോ ഈന്തിൻ്റെ പൊടിയാണുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് ആദ്യം നമുക്ക് പിടി ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം പിടി ഉണ്ടാക്കണ കാര്യങ്ങൾ എങ്ങനെ നോക്കാം. അപ്പോൾ ഇത് 1 കിലോ പൊടിയല്ലേ, ഈ പൊടി മുഴുവനായിട്ട് ഞാനൊരു പാത്രത്തേക്ക് മാറ്റുകയാണേ. നമുക്കിതിക്ക് ലേശം ഉപ്പ് പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പ് കുറച്ച് ഇട്ട് കൊടുക്കുക, എന്നിട്ട് നോക്കിയിട്ട് പിന്നെ ഇടാം. അപ്പോൾ ഇത് നല്ല തിളച്ച വെള്ളമാണ്. അപ്പോൾ ഈ തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് കുഴയ്ക്കാൻ പോണേ. അപ്പോൾ വെള്ളം കുറച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചൂടാറിയതിന് ശേഷം കൈ കൊണ്ട് കുഴയ്ക്കുക, അല്ലെങ്കിൽ കൈ പൊള്ളിപ്പോവും. അപ്പോൾ ഇത് ഈന്തിൻ്റെ പൊടി മാത്രമായിട്ടാണ് ഞാൻ ഇപ്പോൾ കുഴക്കണേ. നമുക്ക് കുറച്ച് കൂടുതൽ ആളൊക്കെ ഉണ്ട്, കുറച്ച് കൂടുതൽ ആൾക്കാർക്ക് കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പൊടീൻ്റെ കൂടെ പത്തിരിപ്പൊടി ചേർക്കാം കേട്ടോ. അപ്പോൾ പത്തിരിപ്പൊടി ഈന്തും പൊടിയും കൂടി കൂട്ടി മിക്സ് ആക്കിയിട്ട് ഇതേപോലെ പിടിയായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇതാ കുറച്ച് നേരമായി നമ്മൾ കുഴക്കണു. ഇപ്പോൾ കുഴച്ച് നല്ല റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കുറച്ച് എടുത്തിട്ട് ചെറിയ പിടികൾ ഉണ്ടാക്കണം. അപ്പോൾ അതുപോലെ കുറച്ചെടുത്തിട്ട് നമുക്ക് പിടി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. പിടിയൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വലുതാക്കട്ടോ, എന്നാലും കൂടുതൽ വലുതാവണ്ട. ഞാൻ കാണിച്ചു തരാം. ലാസ്റ്റ് ഇങ്ങനെ ഈ ഒരു വിരലുകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതാണ് ഇതിൻ്റെ രീതി. ഇത് നല്ല വൃത്തിയിൽ ഉരുട്ടിയെടുക്കാൻ നമുക്കൊരു ഇതുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ഉരുട്ടിയിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് നീളത്തിൽ ഇങ്ങനെ ഒന്ന് മെല്ലെ പ്രസ് ചെയ്തിട്ട് ഉരുട്ടി കൊടുത്താൽ ഇതേ ആകൃതിയാവും. എന്നിട്ട് ഈ വിരലുകൊണ്ട് ഒന്നിങ്ങനെ അമർത്തി കൊടുക്കുക. കണ്ടോ, ഇതിപ്പോൾ നമ്മൾ 1 കിലോ പൊടി കൊണ്ടാണ് ഉണ്ടാക്കണത്. ഞാൻ പറഞ്ഞില്ലേ, ഇത് 1 കിലോ പൊടി കൊണ്ടാണ്. ഇതിനെ കുറേ സമയം വേണം കേട്ടോ. ഇതിന് ഒരുപാട് ആൾക്കാരൊക്കെ ഇങ്ങനെ വേണം വീട്ടിൽ, കുറേ അംഗങ്ങളൊക്കെ ഉള്ള വീട്ടിൽ. ഇതൊരു പഴയ കാലത്തെ ഒരു ഫുഡാണ്. പിന്നെ പഴയ കാലത്ത് പണ്ടുള്ളവരൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന സംഭവമാണ് ഈ ഈന്തുംപിടി പറഞ്ഞാൽ. പക്ഷെ ഇത് അരിപ്പൊടി മാത്രം വെച്ചിട്ട് ഉണ്ടാക്കണവരുണ്ട്. പിടി എന്നൊക്കെ പറഞ്ഞിട്ട് അരിപ്പൊടി മാത്രം വെച്ചിട്ട് ഉണ്ടാക്കണവരുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു ഈന്തിൻ്റെ ഒരു പിടി കഴിക്കുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റാണ്. ഒരു പ്രത്യേക ടേസ്റ്റുള്ളൊരു സംഭവമാണ് ഈ ഈന്ത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ കുറേ സമയമായി ഇത് ഉരുട്ടി നിൽക്കണു. അപ്പോൾ ഇത് 1 കിലോനായതുകൊണ്ട് നമുക്കിത് ഇത്രയും സമയത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ 2 കിലോനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുറേ ആളൊക്കെ വിളിച്ചിട്ട് നമുക്ക് കുറേ ആളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുട്ടികളും എല്ലാവരും കൂടിയൊക്കെ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ലാസ്റ്റ് ഇത്തതാ നമ്മളെ ഈന്തും പിടിയും കൂടി റെഡിയായി. അപ്പോൾ പിടി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞതിന് നമുക്ക് ഇനി ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വെള്ളം അടുപ്പത്തേക്ക് തിളപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളമായി ഈന്തും പിടികൾ മുങ്ങി നിൽക്കാനുള്ള അത്ര വെള്ളം മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓണാക്കിയിട്ട് ഈ വെള്ളം ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് തിളയ്ക്കണ വരെ ഒന്ന് അടച്ചേക്കാം കേട്ടോ. അപ്പോൾ ആ വെള്ളം തിളച്ചെടുക്കാൻ കുറച്ച് സമയം വേണ്ടേ? ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് ബീഫ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് ഇനി കുറച്ചും കൂടി സംഭവങ്ങൾ ചേർക്കാണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് റെഡിയാക്കി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇതാ ചട്ടി വെച്ചെടുത്ത്, ഞാൻ പറഞ്ഞില്ലേ ബീഫ് റെഡിയാക്കണമെന്ന്. ബീഫ് ഞാൻ പകുതി 3/4 ഭാഗം വേവിച്ച് വെച്ചതാണ്. ഇതിക്ക് ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ടായി, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പോൾ വെള്ളം നല്ലോണം തിളച്ച് മറിയുന്നുണ്ട്. ഞാൻ ബീഫ് വരട്ടിയെടുക്കാൻ വേണ്ടി ചട്ടി വെച്ചിരുന്നു. അപ്പോൾ തൽക്കാലം ഇപ്പോൾ അത് അവിടെ വെക്കട്ടെ. നമുക്ക് തിളച്ചേക്ക് നമ്മളെ ഈ പിടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ പിടികൾ ഓരോന്നോരോന്ന് ഇങ്ങനെ ഇതിക്ക് ഇങ്ങനെ പെറുക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച പിടികളിലൊരു പകുതിയോളം ഞാൻ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളച്ചിട്ട് പൊങ്ങി വരും. അപ്പോൾ തിളച്ച് പൊങ്ങി വരുന്നതാണ് ഇതിൻ്റെ വേവ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്കിതൊന്ന് അടച്ചേക്കുക. അപ്പോൾ ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. ആ പിടി അവിടെ കിടന്ന് വേവണ നേരം കൊണ്ട് നമുക്ക് ബീഫിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് കാണാം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒന്ന് ചൂടായിട്ട് നമുക്ക് അതിലേക്ക് ഉള്ളിയൊക്കെ ഇടാണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കരിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നല്ലോണം ചതച്ച് വെച്ച ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം വാടീന് നമുക്ക് ഇതിക്ക് ഈ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഞാൻ ഇതേപോലെ ചതച്ച് വെച്ചതാണ്. ഈ വെളുത്തുള്ളീൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നതുവരെ ഒന്നിങ്ങനെ നല്ലപോലെ ഒന്ന് വാട്ടി കൊടുക്കണം. ഇപ്പോൾ ഇത് നല്ലോണം വാടി സെറ്റായി വന്നതിന് ഇനി ഇതിക്ക് നമുക്ക് കുറച്ച് മസാല ഉണ്ട്. കുറച്ച് പറഞ്ഞാൽ 2 മസാലകൾ ഞാൻ പറഞ്ഞുതരാം. കുരുമുളക് പൊടി ഞാൻ 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇത് മീറ്റ് മസാലയാണ്, അതൊരു 1.5 സ്പൂൺ ഇട്ടു. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
അപ്പോൾ അതാ ഈ മസാല സെറ്റായിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ആദ്യം വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കണേ. ഈ ബീഫിൽ ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി ഇട്ട് വേവിച്ചു. പിന്നെ അതിലേക്ക് ലേശം ചെറിയ ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്, കുറച്ച് ഉലുവയും. അപ്പം അങ്ങനെയൊക്കെ എല്ലാം കൂടി ഇട്ടിട്ട് വേവിച്ചതാണിത്. അപ്പോൾ ഈ വേവിച്ച് വെച്ച ബീഫ് നമുക്ക് ഈ മസാല കൂട്ടിക്ക് ഇട്ട് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സാക്കാം. അപ്പോൾ ബീഫ് വേവിച്ചാലും ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ പിടിയിലും നമ്മൾ ചെറുതായിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ എല്ലാവരും നോക്കിയിട്ട് ചേർക്കണം. അപ്പം ഈ ബീഫ് നല്ലോണം ഒന്ന് കുറുകി വരട്ടെ കേട്ടോ. നല്ല പോലെ ഒന്ന് കുറുകി ഒന്ന് സെറ്റായി വരട്ടെ. അതുവരെ നമുക്കിതൊന്ന് അടച്ചിക്കാം. ഇനി നമ്മളെ പിടി എന്തായി നോക്കുക. അപ്പം നമ്മളെ പിടി ഇതാ ഒക്കെ പൊന്തി വന്നിട്ടുണ്ട്. ഇതാണ്ടല്ലേ പൊങ്ങി വന്നിട്ടുണ്ട്. അടിയിൽ നിന്നൊക്കെ ഇതാ വേറിട്ട് പൊങ്ങി ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വാങ്ങിയെടുത്തിട്ട് ബാക്കി കുറച്ചും കൂടി ഇല്ലേന്നില്ലേ, അതും കൂടി ഇതിലിടണം. അപ്പോൾ ഞാനിത് വാങ്ങിയെടുക്കാൻ പോവാണേ. നല്ല വെള്ളം വാർന്നതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല മണം വരുന്നുണ്ട്. ഇത് നല്ലോണം ഇത് കുറുകി വരുന്നതാണ്. ഏകദേശം കുറുകിയിട്ടുണ്ട്. ഇത് കുറുകി ഇങ്ങോട്ട് സെറ്റാവും. അതാണ് ഈ ബീഫ് കറീൻ്റെ ആ ടേസ്റ്റ് ഇങ്ങോട്ട് കിട്ടുക. നമ്മളെ ബീഫ് നല്ല സൂപ്പറായിട്ട് വെന്തു. വെള്ളമൊക്കെ കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫാക്കി വെക്കാം കേട്ടോ. അപ്പം ഞാൻ അടുത്ത പിടി ഇതിൽ ഇട്ടിരുന്നു. ഇതും കൂടി വെന്തിട്ട് നമുക്ക് ഈ ബീഫും പിടിയും കൂടി മിക്സ് ആക്കണം. ഇതാ ഇപ്പം നമ്മളെ രണ്ടാമത്തെ ട്രിപ്പ് പിടി ഇതാ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതും കൂടി ഒന്ന് വാങ്ങാം. അപ്പോൾ നമ്മളെ ഈന്തും പിടിയും ബീഫും ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് രണ്ടും കൂടി കൂടിയിട്ടൊന്ന് മിക്സ് ആക്കാണ്ട്. അപ്പോൾ അത് മിക്സ് ആക്കിയിട്ട് വേണം നമുക്ക് കഴിച്ചു നോക്കാൻ. അപ്പോൾ ഞാനതൊന്ന് മിക്സ് ആക്കുക. ബീഫൊക്കെ ഇതാ കുറുകി നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഈ ബീഫിനെ മുഴുവനായിട്ട് ഈ പിടിയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നല്ലോണം ഇങ്ങോട്ട് ഇളക്കി സെറ്റാക്കാം. ശരിക്കും ആ ഒരു ചട്ടിയിലിട്ടിട്ടാണ് ഇത് ഇളക്കി സെറ്റാക്കേണ്ടത് കേട്ടോ. നമ്മൾ ആ ചട്ടി ഇത്ര വലിപ്പം ഇതൊക്കെ പാടെ കൊള്ളൂല. അതുകൊണ്ട് ഞാനിതിലിട്ടേ. ഈ ഒരു ഈന്തപ്പിടീൻ്റെ ഒരു മണവും ഈ ബീഫിൻ്റെ ഒരു മണവും പടെ എന്താ പറയുക, നല്ല കൊതി വരുന്ന ഒരു മണങ്ങളായി രണ്ടും, ഈന്തുംപിടിയും ബീഫും. അപ്പോൾ ഈ ഈന്തുംപിടിയിൽ നമ്മൾ ബീഫാണ് ഇപ്പോൾ ഇട്ടേ. പക്ഷേ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മീനിടാം. പിന്നെ അതുപോലെ ചിക്കൻ കൊണ്ടും ഇതേപോലത്തെ പിടി ഉണ്ടാക്കാം. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് നല്ല പോലെ അങ്ങോട്ട് ഇളക്കി സെറ്റാക്കി ഈ ഈന്തംപിടിയിൽ ഈ ബീഫൊക്കെ അങ്ങോട്ട് നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് വെക്കുക. 10 മിനിറ്റൊക്കെ വെക്കുമ്പോഴേക്ക് ഇത് ഇവിടെ കൊതി മൂത്ത് കുറച്ച് ആൾക്കാരിക്കുന്നുണ്ട്. ഏതായാലും ഇത് കുറച്ച് നേരം ഇവിടെ നിൽക്കട്ടെ അടച്ച് വെച്ചിട്ട്. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മളെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ റഷീദിനെയും ഉമ്മറിനെയും വിളിക്കുകയാണ്. ഇനി ഒരു തീരുമാനിക്കട്ടെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ. എന്നാൽ റഷീദെ ഉമ്മറെ വന്നോളൂ. അപ്പോൾ രണ്ടാളും കഴിക്കാനായിട്ട് റെഡിയായി നിൽക്കല്ലേ. അതാ ഇനി കഴിച്ചോളി. കൈ കൊണ്ട് തന്നെ എടുത്ത് കഴിക്കണം കേട്ടോ. അത് കഴിക്കാനൊക്കെ ഇതിൻ്റെ രീതികളൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ. എന്താണ് അവസ്ഥ? രണ്ടും കൂടി ഒരു കോമ്പിനേഷൻ, നല്ല കോമ്പിനേഷൻ അല്ലേ? ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ പറയും. അടിപൊളി ബീഫും വീന്തും. എന്റെ കൈ ചൂടാവിടെ. ഇതൊന്ന് പിടിച്ചേങ്ങൾ രണ്ടാളും. ഇവിടെ വെച്ചോ, ഇവിടെ വെച്ചോളൂ.
പല ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുള്ളൂ. അപൂർവം ചില സമയത്ത് നമ്മളൊക്കെ കഴിച്ചിട്ടുള്ളൂ. അതിലൊന്നും പറയാനില്ല. ഇപ്പത്തെ ആൾക്കാർ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ തീർച്ചയായും നമ്മൾ മുമ്പൊക്കെ ഒരുപാട് ആളുകൾ ചേർന്നിട്ട് വീട്ടില് കുടുംബക്കാരാകുമ്പോൾ ഒന്നായിട്ട് ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഇന്ന് ചെറിയ കുടുംബങ്ങളായി മാറി. അപ്പൊ മുമ്പ് ഇത് ഒരുപാട് ആളുകൾ കൂടി ഇരുന്ന് ഉണ്ടാക്കി കഴിച്ചിരുന്ന ഭക്ഷണമാണിത്. ഞാൻ പറഞ്ഞ വീഡിയോയില്. അപ്പോ ഇതിന്റെ ഒരു ടേസ്റ്റ് പറഞ്ഞാൽ പുതിയ തലമുറക്ക് ഇതൊരു ചെലപ്പോ അറിയാത്ത ഇത് മുമ്പ് കൂട്ടുകുടുംബത്തിലായിരുന്നു കൂടുതൽ ഉണ്ടാക്കിയത്. ഇത് ഈ ഈന്തിന്റെ പിടി ഓരോന്നും ഉണ്ടാക്കാൻ ഒരുപാട് സമയം എടുക്കും. അപ്പൊ അത്രയും സാധനം ഉണ്ടാക്കിയിട്ട് വേണം. അതുപോലെ ഇത് എന്താ മീനും അതൊക്കെ ചേർക്കാം. അതേപോലെ ചിക്കന് ഒക്കെ കൂട്ടിയിട്ട് ഉണ്ടാക്കിയ സാധനം ഒന്നും പറയാനില്ല. രക്ഷയില്ല. എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിച്ചോളണം അല്ലേ? ഷൈനിക്ക് കൈപ്പുണ്യം ഉണ്ട് മനസ്സിലായി. ഓ താങ്ക് യു. അപ്പൊ ഞാനും കൂടി ഒന്ന് കഴിക്കട്ടെ. ഇവര് പറഞ്ഞു എന്നെ കൊതി പിടിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇത് കഴിക്കാൻ ഒരു രീതിയും കൂടി ഉണ്ട് കേട്ടോ. ഒരു പിടി എടുക്കുക, ഒരു ബീഫും കഷ്ണം എടുക്കുക, കഴിക്കുക. അപ്പൊ ഇതിന്റെ ഒരു ടേസ്റ്റ് നമുക്ക് കൂടുതൽ കിട്ടും. ഇത് ഉമ്മറേ ഷൈനി പറഞ്ഞ എനിക്ക് രണ്ടും കൂടി കൂട്ടിയിട്ടുണ്ടല്ലോ. ഒരു രക്ഷയില്ല കേട്ടോ. എത്ര തിന്നാലും മടുക്കില്ല. അടിപൊളി കേട്ടോ. ഇത് നമുക്ക് ഇതിന്റെ പിന്നിലൊരു ഒരു കരവിരുതുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ക്രെഡിറ്റ് കൊടുക്കാം അല്ലേ? ക്രെഡിറ്റ് കൊടുത്തേ പറ്റും. എന്റെ ഒരു ക്യാരക്ടർ നന്നായി തന്നെ പറയും, മോശമായി എന്ന് പറയും. ഞാൻ എന്തിനാണ് നന്നായി എന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷം. മോശമായി എന്ന് പറഞ്ഞാൽ നന്നാക്കാൻ ശ്രമിക്കുള്ളൂ. അതുകൊണ്ടാണ് ഉള്ളത് പറയാലോ. ഒരു രക്ഷയില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. താങ്ക് യു. നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക. നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നിങ്ങളൊക്കെ എന്തെങ്കിലും നോക്കിക്കണേ. അപ്പൊ ഞാൻ പറഞ്ഞോളാം, നിങ്ങൾ കഴിച്ചോളി. അങ്ങനെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ എല്ലാരും കഴിച്ചോളി. അപ്പോ എല്ലാരും ബേജാറാവണ്ട, എടുങ്ങാറാവണ്ട, എല്ലാരും വെച്ചോളി, തിന്നോളി.